ദിവസങ്ങൾക്ക് മുൻപേ ജന്മം നൽകിയ ഇരട്ട കുട്ടികളെ കട്ടിലിൽ ഉറക്കിക്കിടത്തിയാണ് അമ്മ വീടിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോയത്. എന്നാൽ ശുചിമുറിയിൽ പോയ വീട്ടമ്മ കേൾക്കുന്നത് കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. തുടർന്ന് മുറിയിലേക്ക് ഓടിയെത്തിയ യുവതി കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. താൻ ഉറക്കിക്കിടത്തിപ്പോയ 2 കുഞ്ഞുങ്ങളെയും അവിടെ കാണുന്നില്ല. പിന്നീട് നിലവിളിച്ചുകൊണ്ട് യുവതി പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം കുരങ്ങന്മാർ വീടിന്റെ മേൽക്കൂരയിൽ ഇരിക്കുന്നതായി യുവതി കാണുന്നത്. അതിൽ ഒരു കുരങ്ങിന്റെ കയ്യിൽ യുവതിയുടെ കുഞ്ഞുമുണ്ടായിരുന്നു. തുടർന്ന് യുവതിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ ആളുകൾ കുരങ്ങിന്റെ പിന്നാലെ പോയി അതിസാഹസികമായി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതേസമയം യുവതിയുടെ 2ാമത്തെ കുഞ്ഞിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാരും പോലീസും ചേർന്ന് കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തു. മേൽക്കൂരയുടെ ഓടിളക്കിയാണ് കുരങ്ങന്മാർ വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. തുടർന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് മേൽക്കൂരയിലൂടെ തന്നെ കുരങ്ങന്മാർ പുറത്തേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. പിന്നീട് നീണ്ട തിരച്ചിലിന് ശേഷം 2ാമത്തെ കുട്ടിയെ കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള കിടങ്ങിലെ വെള്ളത്തിൽ നിന്നായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പ്രദേശത്ത് കുരങ്ങുകളുടെ ശല്യം അതിരൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. 20-ലധികം കുരങ്ങുകൾ 1 വർഷത്തിലേറെയായി ഈ ഭാഗത്ത് വീട്ടുസാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളുമെല്ലാം എടുത്തുകൊണ്ടുപോയിരുന്നതായി കാട്ടിയാണ് ഇവർ പരാതി നൽകിയിരുന്നത്. എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണെന്നാണ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ വ്യക്തമാക്കിയത്. കുരങ്ങുകൾക്ക് ഇത്തരത്തിൽ ഓടിളക്കി അകത്തു കയറാൻ കഴിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ. മരണപ്പെട്ട കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തഞ്ചാവൂർ മേലവേടി സ്വദേശികളായ രാജ ഭുവനേശ്വരി ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഇരട്ടക്കുട്ടികളെ കൂടാതെ 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും ഇവർക്കുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.